പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള നയപരമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷേ പത്തനംതിട്ട ജില്ലയിൽ ഒരു വിമാനത്താവളം ഉണ്ടാകണമെന്നുള്ള ജനങ്ങളുടെ ആഗ്രഹം, ആ ആഗ്രഹം അവിടെയുണ്ട്. അതെവിടെയാണ്? എരുമേലിയിലാണോ, കുമ്പഴയിലാണോ, കൊടുമണ്ണിലാണോ, പത്തനംതിട്ടയിലാണോ, ഇത് ഗവൺമെൻറ് തീരുമാനിക്കട്ടെ. പക്ഷേ ആ ആഗ്രഹം ശക്തമായിട്ട് അവിടെയുണ്ട്, അതുണ്ടാകണം. ഇന്നും മാധ്യമങ്ങളുടെ ജനസംഖ്യാധീനമാണ്, ഇന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സെൻസസിൽ പോലും ഇന്ത്യയിൽ ജനസംഖ്യ കുറഞ്ഞ ഏക ജില്ല പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ടയിൽ ആൾ ഇല്ലാത്തതുകൊണ്ടല്ല, ജീവിക്കണമെങ്കിൽ 20 വയസ്സ് കഴിഞ്ഞാൽ ഈ നാട് വിട്ടു പോയേ മതിയാവും. കാരണം പത്തനംതിട്ടക്കാരാണ് ബാംഗ്ലൂരിലും ഹൈദരാബാദിലും ചെന്നൈയിലും മറ്റു സിറ്റികളിലും വർക്ക് ചെയ്യുന്നത്. വിദേശ രാജ്യങ്ങളിൽ കുടിയേറുന്നതും അവിടെ പ്രവർത്തിക്കുന്നതും എല്ലാം പത്തനംതിട്ട ജില്ലക്കാരാണ്. കാരണം ഈ മണ്ണിൽ കാലുറപ്പിച്ച് നിന്ന് ഒരു സംരംഭം തുടങ്ങാനോ ജീവിത വിജയം നേടാനോ ഒരു ജോലി ചെയ്യാനോ കഴിയാതെ 20 വയസ്സ് കഴിയുമ്പോൾ നാട് വിടുന്ന ആളുകളെ സൃഷ്ടിക്കാനുള്ള ആ പരിപാടി അത് നടക്കില്ല. ഇവിടെ കണക്ടിവിറ്റി ഉണ്ടായാൽ ഇവിടെ IT പാർക്കുകൾ ഉണ്ടാകും, ഇലക്ട്രോണിക്സ് പാർക്കുകൾ ഉണ്ടാകും, മറ്റതുപോലെ അനുബന്ധ വ്യവസായങ്ങളുണ്ടാകും. ടൂറിസത്തിന് ഇത്രയും നാച്ചുറൽ ബ്യൂട്ടിയുള്ള ഒരു പ്രദേശം ഇന്ത്യ മഹാരാജ്യത്തുണ്ടോ? കാരണം ഓക്സിജൻ കണ്ടൻറ്റിൽ 1200 സിറ്റികളിൽ പഠനം നടത്തി പത്തനംതിട്ടയാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ കണ്ടൻറ്റുള്ള സിറ്റി എന്നുള്ള പഠന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാർക്കറ്റ് ചെയ്യാനും ഉപയോഗിക്കാനും പറ്റില്ല. എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഇവിടെ കണക്ടിവിറ്റി ഇല്ല. ആ കണക്ടിവിറ്റി ഉണ്ടാകണമെങ്കിൽ ഒരു എയർപോർട്ട് ഉണ്ടാകുന്നത് നല്ലതാണ്. അത് എവിടെ വേണമെന്നുള്ളത് സംസ്ഥാന സർക്കാർ തീരുമാനിക്കട്ടെ. എവിടെ തീരുമാനിച്ചാലും എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എവിടെ ഇത്തരം ഒരു വികസന പദ്ധതി വന്നാലും ആ പദ്ധതിയിലൂടെ വളരെ ശക്തമായി മുന്നോട്ട് നീക്കും. ഞാനത് പറഞ്ഞില്ല, അത് ഞാൻ പറഞ്ഞിട്ടില്ല. സംസ്ഥാന ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. പല സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രപ്പോസലുണ്ട്. എരുമേലിയിലുള്ള പ്രപ്പോസൽ ഞങ്ങൾ 5 വർഷക്കാലം അതിൻ്റെ പുറകെ നടന്നു. അതിനുവേണ്ടി ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തു. പക്ഷേ കഴിഞ്ഞ ഗവൺമെൻറ് അത് പൂട്ടിക്കൊട്ടി അതൊന്നുമില്ലാത്ത തരത്തിൽ അവസാനിപ്പിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത്. ഒന്നും ചെയ്തില്ല. കാരണം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അവിടെ ഞങ്ങൾ ഞാൻ തന്നെ 5-6 തവണ കേന്ദ്രമന്ത്രിയെ കണ്ടിരുന്നതിന് വേണ്ടി. ഇപ്പം കൊടുമണ്ണിൽ നിന്നുള്ള പ്രപ്പോസലുണ്ട്, കുമ്പഴയിൽ നിന്നുള്ള പ്രപ്പോസലുണ്ട്, പത്തനംതിട്ടയിൽ എയർപോർട്ട് വേണമെന്ന് ആഗ്രഹക്കാരുണ്ട്. അപ്പോൾ അത് ഏത് വേണമെന്നുള്ള ഫീസിബിലിറ്റി സ്റ്റഡിയൊക്കെ നടത്തി ഗവൺമെൻറ് തീരുമാനിക്കട്ടെ. എന്തായാലും എയർപോർട്ട് വേണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എയർപോർട്ടിന് വേണ്ടി ശക്തമായിട്ട് നിൽക്കും. അല്ല, അത് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, പുതിയ ഗവൺമെൻറ് വന്നിട്ട് പുതിയ ഗവൺമെൻറ് വന്നിട്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഗവൺമെൻറ് തീരുമാനിക്കട്ടെ. അല്ല, അതെനിക്കറിയില്ല. ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞു കേട്ടതല്ലാതെ എനിക്കറിയില്ല. പ്രളയ സമയത്ത് ആറന്മുള പുഞ്ചി അവിടെ ഉള്ളതുകൊണ്ടാണ് വലിയ നാശത്തിലേക്ക് പോകാതിരുന്ന ഒരു വിലയിരുത്തൽ പൊതുവെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പാരിസ്ഥിതികാഘാത പഠനം നേരത്തെ നടത്തിയിട്ടുള്ളതാണ്. ആറന്മുളയിൽ ഒരു പാരിസ്ഥിതികാഘാത പ്രശ്നം ഉണ്ടാകില്ല അവിടെ വിമാനത്താവളം വന്നു കഴിഞ്ഞു. അല്ലല്ല, ആറന്മുള ഇപ്പം അങ്ങനെ കിടക്കുന്നതുകൊണ്ട് അവിടെ ഇഷ്ടം പോലെ മൂർക്കം പാമ്പ്, കീരി, തവള ഇതെല്ലാം ഉണ്ട്. പരിസ്ഥിതി നന്നായിട്ട് സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അത് നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. അത് സ്ഥലം MLA പറഞ്ഞത് ഒരു പാരിസ്ഥിതിക പഠനമെല്ലാം നടത്തി ജനങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി കൃത്യമായ ഒരു അടിസ്ഥാനത്തിൽ ഈ പദ്ധതി വരികയാണെങ്കിൽ അത് താല്പര്യത്തോടെ മുന്നോട്ട് പോകും. ഞാൻ പറഞ്ഞല്ലോ ഈ പദ്ധതിയല്ല, ഈ ജില്ലയിൽ എവിടെ ഇതുപോലൊരു പദ്ധതിയായിട്ട് വന്നാലും ഈ പദ്ധതി മാത്രമല്ല, ഈ ജില്ലയിൽ എവിടെ ഒരു എയർപോർട്ടിൻ്റെ പ്രപ്പോസൽ വന്നോ അതിൻ്റെ മുൻനിര കാണും. അത് ഈ ജില്ലയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്, ഇവിടുത്തെ പുതിയ തലമുറയെ ഈ നാട്ടിൽ നിർത്താൻ വേണ്ടിയാണ്. ഇപ്പം BBC-യുടെ റിപ്പോർട്ട് വന്നു, നിങ്ങൾ കണ്ടു, 66,800 വീട് പൂട്ടി താക്കോലിട്ട് ആളുകൾ താമസിക്കാൻ ആളില്ലാതെ പോവുക. ഇപ്പോൾ ഒരു പഠനം നടത്തിയാൽ അത് 1,00,000-ന് മുകളിൽ കാണും. കാരണം ആളുകൾക്ക് ജീവിക്കണമെങ്കിൽ അവർക്കൊരു തൊഴിൽ വേണം. ആ തൊഴിലിനുള്ളൊരു സാഹചര്യങ്ങളും ഈ ജില്ലയിലില്ല. അത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ മുരട്ടിനായം പറഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്ന് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ അത് അനുവദിക്കില്ല. ഈ ജില്ലയിൽ ഉണ്ടാകാൻ കഴിയുന്ന വികസനങ്ങൾ ഏതൊക്കെയായാലും അതിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കുന്നു. സന്തോഷം, അത് ഗവൺമെൻറ് തീരുമാനിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എവിടെ, അത് എരുമേലിയുടെ പ്രപ്പോസൽ ഉണ്ടായിരുന്നു, കഴിഞ്ഞ ഗവൺമെൻറ് വന്ന പ്രപ്പോസലാണ്. അതിനുവേണ്ടി മുഴുവൻ സമയവും കേന്ദ്ര ഗവൺമെൻറ്റിൽ മന്ത്രിയെ കാണുകയും അതിൻ്റെ പുറകെ നിൽക്കുകയും അതിനുവേണ്ടി ചെയ്തത് ഞാൻ തന്നെയാണ്. കൊടുമണ്ണിലെ പ്രപ്പോസലുണ്ട്, കുമ്പഴ പ്രപ്പോസലുണ്ട്, പത്തനംതിട്ട പ്രപ്പോസലുണ്ട്. ഈ പത്തനംതിട്ട ജില്ലയിൽ വിമാനത്താവളം വേണം, നിർബന്ധമാണ് ആ കാര്യത്തിൽ. കാരണം അങ്ങനെ ഒരു കണക്ടിവിറ്റി ഉണ്ടാകാതെ ഈ ജില്ലയ്ക്ക് ഇനി ഒരു മോചനമില്ല. കാരണം ഇനി ആധുനിക കാലഘട്ടത്തിൽ ഇതുപോലുള്ള IT പോലുള്ള അല്ലെങ്കിൽ
പിന്നെ ഇലക്ട്രോണിക്സ് പാർക്ക് പോലുള്ള അല്ലെങ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെയേറെ പ്രസക്തിയുള്ളൊരു കാലഘട്ടമാണ്. അപ്പം പത്തനംതിട്ടയിലെ ആളുകൾക്ക് ഒരു ജോലി ചെയ്യാൻ വേണ്ടി ഈ ജില്ലയെ ജീവിക്കാൻ പറ്റിയല്ല എന്ന് വന്നാൽ അതിനോട് ന്യായീകരിക്കാൻ പറ്റത്തില്ല.